എൻ്റെ പേരോളൊരു 10-50 പേരോളുണ്ട്. അവരൊക്കെ ഏതാണ്ട് 50,000 രൂപ അടച്ചിട്ടുണ്ട്, 30 അടച്ചിട്ടുണ്ട്, 20 അടച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ 40,000 രൂപ അടച്ചിട്ടുണ്ട്. കാരണം ഇത് 50 വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്. അത് കട തുടങ്ങിയ നാളുകളിലേക്ക് വിശ്വാസമാണ് ഈ കടേനെ ഞങ്ങൾക്ക്. കാരണം അവർ അവിടെ ഇറന്നിട്ട് അത് കത്തിപ്പോയിട്ട് രണ്ടാമത് അവർ ആ കട തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഞാൻ ആരെയും നിർബന്ധിച്ച് കുറി ചേർത്തില്ല, എല്ലാവരും വിശ്വാസം കൊണ്ടാണ് ഇങ്ങോട്ട് ചേർന്നത്. ലക്ഷങ്ങൾ ഒരു ആഴ്ചയിൽ 1 ലക്ഷം രൂപ കളക്ഷൻ ഇവിടെ അടയ്ക്കുന്ന ആൾക്കാരുടെ എന്നാലും എനിക്ക് ശരണം ഉണ്ടായിട്ടില്ല. എന്നെ രാത്രി മുഴുവൻ ഇരുന്ന് ഓരോ കസ്റ്റമേഴ്സും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യും? ജോൺസൺ സാറാണ് ഞങ്ങളുടെ ചാർജ്. ആ സാറിനെ ഞാൻ വിളിച്ചിട്ട് ബെല്ലടിക്കണം, സാർ ഫോൺ എടുക്കണില്ല. നമസ്കാരം. എറണാകുളം ഹൈക്കോടതി ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ആതിര ഗോൾഡ് വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇവർക്ക് നിരവധി ഏജന്റുമാർ വഴിയിട്ടാണ് ആളുകളെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്നും കളക്ഷനൊക്കെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗോൾഡുകളുമൊക്കെ അവർ ഇവിടേക്ക് നിക്ഷേപമായി സ്വീകരിക്കുന്നതും അങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഒരു കളമൊരുക്കിയത്. വർഷങ്ങളായിട്ട് ഇവർ ഇത്തരത്തിൽ ആളുകൾക്ക് ഈ ഡെപ്പോസിറ്റ് നൽകിയത് തിരിച്ചു കൊടുത്തുമൊക്കെ വലിയ വിശ്വാസ്യതയൊക്കെ നേടിയെടുത്തു. പിന്നീട് വലിയൊരു തുകയുമായിട്ടാണ് ഇപ്പോൾ മുങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർക്ക് വേണ്ടി കളക്ഷൻ എടുക്കുന്ന ഒരു ഏജന്റ് നമ്മുടെ ചേരുകയാണ്. ഞാൻ കുമ്പളം ബ്രാഞ്ചിന്റെ CSO ആണ് ഇവിടുത്തെ. ഒത്തിരി പേരെ കുറിയിൽ ചേർത്തിട്ടുണ്ട്, അവരെ പൈസ പഠിച്ചിട്ടുണ്ട്. ഒരാൾ 2 ലക്ഷം രൂപ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്, ഒരാൾ 1 ലക്ഷം രൂപ ഫിക്സഡ് ഇട്ടുണ്ട്, വേറെ 50,000 രൂപ ഫിക്സഡ്. ഇവിടുത്തെ കുറിയുടെ കാശ് തന്നെ തീർന്നു കഴിഞ്ഞപ്പോൾ അവർ എന്തെങ്കിലും ചെയ്യാലോ എന്നോർത്ത് ഇവിടെ ഇട്ടേക്കണയാണ്. ഇതിന്റെ പുറത്തുള്ള സ്റ്റാഫ്, അതായത് ആൾക്കാരെ ചേർക്കൂല, കുറുക്കി ചേർക്കൂല. അങ്ങനെ കുമ്പളത്ത് കുറുക്കി ചേർക്കുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നിട്ട് പോയതാ. എൻ്റെ പേരോളൊരു 10-50 പേരോളുണ്ട്. അവരൊക്കെ ഏതാണ്ട് 50,000 രൂപ അടച്ചിട്ടുണ്ട്, 30 അടച്ചിട്ടുണ്ട്, 20 അടച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ 40,000 രൂപ അടച്ചിട്ടുണ്ട്, 50 രൂപയുടെ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് 50 വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്. അത് കട തുടങ്ങിയ നാളുകളിലേക്ക് വിശ്വാസമാണ് ഈ കടേനെ ഞങ്ങൾക്ക്. കാരണം അവർ അവിടെ ഇറന്നിട്ട് അത് കത്തിപ്പോയിട്ട് രണ്ടാമത് അവർ ആ കട തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഞാൻ ആരെയും നിർബന്ധിച്ച് കുറി ചേർത്തില്ല, എല്ലാവരും വിശ്വാസം കൊണ്ടാണ് ഇങ്ങോട്ട് ചേർന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഒരാൾ വന്നിവിടെ 1 ലക്ഷം ഇട്ടിരുന്ന ആൾ വന്നിവിടെ പരാതി കൊടുത്തിട്ട് പോയിട്ടുണ്ട്, കുറച്ച് മുമ്പ് വന്നു. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം അറിഞ്ഞത്. ഓരോരുത്തർ കസ്റ്റമേഴ്സ് എന്നെ വിളിക്കാൻ തുടങ്ങി, എടോ എന്നയുടെ പൈസ ഞങ്ങളുടെ പൈസ ഇത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഗോൾഡ് വെച്ചിട്ട് അത് 9 മാസം കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കണ പരിപാടിയുണ്ട് ഇവിടെ. അതിൻ്റെ പരിപാടിയുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജൊന്നും കൊടുക്കണ്ട, അങ്ങനെയാണ്. അത് 2.5 മാല കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും എമൗണ്ട്, ഒരു 10-15 ലക്ഷം രൂപയുടെ എന്നെ പോലെയല്ല, ലക്ഷങ്ങൾ ഒരു ആഴ്ചയിൽ 1 ലക്ഷം രൂപ കളക്ഷൻ ഇവിടെ അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു മാസം 50,000 രൂപയ്ക്ക് കളക്ഷൻ ഏജന്റ് ഞാൻ ഇവിടെ അടയ്ക്കായിരുന്നു. 50,000 രൂപ വരെ ഞാനിവിടെ കൊണ്ടുവന്ന് അടയ്ക്കേണ്ട ഒരു മാസം. ഇത്രയും കാശുകൾ ഇങ്ങനെ കിടക്കണേ, ഞാൻ എന്ത് ചെയ്യും? ശമ്പളമാണോ കമ്മീഷൻ? വേറെ കാശ് കിട്ടുള്ളൂ. ഒരു 100 രൂപയ്ക്ക് ഒരു 30 രൂപ വെച്ച് കമ്മീഷൻ തരും, അത്രേ ഉള്ളൂ. 100 രൂപയ്ക്കല്ല, 1000 രൂപയ്ക്ക്. ഒരു 1000 രൂപയ്ക്ക് എനിക്ക് കിട്ടാറുള്ളൂ കമ്മീഷൻ കൊടുക്കുന്നത്. കാരണം ഞാനൊരു സൈഡായിട്ട് നിർത്തിപ്പോയിട്ട് വേറെ പണിക്ക് വേണ്ടി ഇത് സൈഡായിട്ട് ചെയ്യുന്നതാണ് ഞാൻ. പക്ഷേ ആൾക്കാരെ കൂടി നിർത്തണ്ടല്ലോ, അത് എത്തിച്ചു കൊടുക്കണം. താൽക്കാലികമായിട്ട് പുതിയവരാരെയും ചേർക്കാതെ പഴയവരെ തന്നെ നിർത്തിക്കൊണ്ട് പോകണയാണ് ഞാൻ. അപ്പം ഇതറിഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് ശരണം ഉണ്ടായിട്ടില്ല. എന്നെ രാത്രി മുഴുവൻ ഇരുന്ന് ഓരോ കസ്റ്റമേഴ്സും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടുത്തെ ഇളയ ജോൺസൺ സാറാണ് ഞങ്ങളുടെ ചാർജ്. ആ സാറിനെ ഞാൻ വിളിച്ചിട്ട് ബെല്ലടിക്കണം, സാർ ഫോൺ എടുക്കണില്ല. പിന്നെ ഓഫീസിലിരുന്നവർ ആരും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കണില്ല. അപ്പോൾ എല്ലാവരും വിളിച്ചപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട്. ഓണർ ഒന്ന് ജോർജ്, ഒന്ന് ജോൺസൺ, ഒന്ന് 3 പേരുണ്ട്. അവർ പള്ളിപ്പുറത്ത് അവരുടെ വീട്. അവർക്ക് അവിടെ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട് ഇഷ്ടം പോലെ. പിന്നെ പള്ളിപ്പുറത്ത് ഗോഡൗണൊക്കെ ഉണ്ട്. ഇവിടെ ഫർണിച്ചർ ഗോഡൗൺ ഉണ്ട്, പിന്നെ ഡ്രസ്സിൻ്റെ ഉണ്ട്, ഗോൾഡിൻ്റെ ഉണ്ട്. ഇതൊരിക്കലും ഒരു മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇത് ഇങ്ങനെ പൂട്ടുന്നുള്ളത്. വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇത് വീട് എവിടെയാണെന്ന് അറിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ 1-2 പേര് മുനമ്പത്തുള്ളവർ വീട്ടിൽ ചെന്നെന്ന് പറയണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോൾ മുനമ്പത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിസ്സാര പൈസ അടച്ചേക്കണവരെ പോലെയല്ലേ, ലക്ഷങ്ങൾ അടച്ചേക്കണവർ എന്ത് ചെയ്യും? എൻ്റെ തന്നെ ഒരു 3.5-4 ലക്ഷം രൂപകളുണ്ട് ഇവിടെ, എൻ്റെ പേഴ്സണലായിട്ടുള്ളത്. അതായത് ഗോൾഡ് വെച്ചിട്ടുണ്ട് ഇവിടെ, പിന്നെ കുറിയുണ്ട്, പിന്നെ 50,000 രൂപ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ എല്ലാം കൂടെ എത്ര ലക്ഷം കാണും? ആളുകളുടെ എല്ലാം കൂടി ഫിക്സഡ് ഇട്ടേക്കണ തന്നെ 3.5 ലക്ഷം ഉണ്ട്. പിന്നെ കുറി 50,000-ൻ്റെ 1.5 ലക്ഷം കിട്ടണ, അങ്ങനെ പല കുറികളും ഉണ്ട്. പലതരം കുറികളുണ്ട് ഇവിടെ. 1 ഇയർ, 2 ഇയർ, 5 ഇയർ,
പിന്നെ അങ്ങനെ കുറേ കുറികളുണ്ട് ഇവിടെ. ഇതിലെല്ലാവരും ആൾ വിശ്വസിച്ച ആൾക്കാർ ചേർന്നത് ഇത്. പരാതി കൊടുത്തോ ചേച്ചി? പരാതി കൊടുത്തിട്ടില്ല, ഞാനിപ്പോൾ ഇത് തിരക്കാൻ വന്നതാ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഈ എല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് വേളം വെച്ചാൽ ഞാനെന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ ഒരു രൂപ പോലും എടുത്തിട്ടില്ല. നമ്മുടെ കൈ കിട്ടുന്ന കാശ് ഇവിടെ കൊണ്ടുവന്ന് അടച്ച് സീലും വെച്ച് നമ്മൾ ബുക്ക് അവർക്ക് കൊണ്ടുവന്ന് വിശ്വാസം കൊടുക്കണതാണ്. നമ്മൾ എന്ത് ചെയ്യും? എല്ലാം സാധാരണക്കാരാണ്. എല്ലാ സാധനക്കാരും. കാരണം മറ്റുള്ളവരെ പിച്ചച്ചട്ടി കഴുകി പാത്രം കഴുകി കൊണ്ടുവന്ന് ഇട്ടേക്കണം ഒരു മിന്നു മേടിച്ചിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആരും പണക്കാർ ഇതിനകത്ത് ആരും, എൻ്റെ കസ്റ്റമേഴ്സ് ആരും പണക്കാരില്ല, ഒക്കെ സാധാരണക്കാരാണ്. കൂലിപ്പണി ചെയ്ത് പെൻഷൻ കിട്ടുന്ന കാശ്, കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന കാശ്, ഇങ്ങനെയുള്ള കാശ് കൊണ്ടാണ് കൊണ്ടുവന്ന് ഇട്ടേക്കണത് ഇവിടെ. ഇല്ല, മീഡിയ നല്ലപോലെ ഇതിനെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വിട്ട് കളയരുത്. മീഡിയനെ അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. മീഡിയ വേണ്ടതുപോലെ ചെയ്തോളണം. കാരണം എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടിയിരിക്കണം. എനിക്കതേ പറയാനുള്ളൂ. വലിയ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ഇവരുടെ ഒരു ഏജന്റ് നമ്മളിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏജന്റിന് തന്നെ 3.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇവിടെയുണ്ട്. അവരും ഇവിടെ നിന്ന് 1000 രൂപയ്ക്ക് 30 രൂപയാണ് അവർക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ. അതായത് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ ഡെപ്പോസിറ്റ് പണം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ 1000 രൂപയ്ക്ക് 30 രൂപ എന്ന നിരക്കിലാണ് ഇവർക്ക് കമ്മീഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കമ്മീഷൻ പോലും ഇവിടേക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്താണ് അവരും ഇപ്പോൾ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഏജന്റിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്.